പിന്നെ ചോദിക്കുന്നുണ്ട് CMA ഇന്ത്യ പഠിച്ചാൽ അബ്രോഡ് പോകാൻ പറ്റും, അവിടെ വാല്യൂ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 2 ഡൗട്ടാണുള്ളത്. ഒന്ന്, CMA ഇന്ത്യ പഠിച്ചാൽ അബ്രോഡ് പോകാൻ പറ്റുമോ? തീർച്ചയായും അബ്രോഡ് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ബട്ട് വാല്യൂ ഉണ്ടോ? നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ, അത് സിഗ്നേച്ചറിംഗ് പവർ അല്ലേ, പോസ്റ്റ് ഓഡിറ്റ് ഇവരക്കാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമമല്ല, അത് ഇന്ത്യയിൽ മാത്രമേ ബാധകമാകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ ആ ഒപ്പിടുന്ന പരിപാടി ഒഴിച്ച് ബാക്കിയുള്ള പരിപാടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റിംഗ്, ഫൈനാൻസ് പ്ലാനിങ്, കൺസൾട്ടിങ്, ഇതെല്ലാം അവിടെയും ചെയ്യാം. ബട്ട് ആ സ്റ്റാറ്റ്യൂട്ടറി പവർ ആസ് CMA നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വാല്യൂ ഉണ്ട്, തീർച്ചയായും വാല്യൂ ഉണ്ട്. അത് മാത്രമല്ല, ഇത്തരം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലെ കറസ്പോണ്ടിങ് CMA എന്ത് ചെയ്യാം, അത് മൈഗ്രേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ CMA നമുക്ക് 13 പേപ്പർ നൽകിക്കാം, മറ്റൊരു രാജ്യത്തെ CMA 10 പേപ്പർ നൽകിക്കാം. അപ്പോൾ ആ 2 ഇന്ത്യയിലെയും അവിടുത്തെയും CMA സിലബസിൽ കോമൺ ആയി വരുന്ന പേപ്പേഴ്സ് പിന്നെ എഴുതണ്ട, അഡീഷണൽ പേപ്പേഴ്സ് മാത്രം എഴുതണം. അപ്പൊ അത് നമ്മൾ MOU റൂട്ട് എന്ന് പറയാം, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പൊ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ കൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു കോഴ്സ് ഇപ്പൊ CMA ഇന്ത്യ വേഴ്സസ് CMA ഓസ്ട്രേലിയ, മൈഗ്രേഷൻ സംഭവം അത് ഇങ്ങനത്തെ കൂട്ട് കോഴ്സിനുണ്ട്.